ഹലോ, ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ മെഷീനൊന്ന് നമുക്ക് ക്ലീൻ ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിൻ്റെ ആ ഒരു അടിവശം ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് അഴുക്കുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറേ നാളായി ഇത് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു മെഷീൻ എടുത്തതിന് ശേഷം നമ്മൾ തുടച്ചിട്ടില്ലായിരുന്നു. അപ്പം അടിവശം ഞാനിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ഒരുപാട് അഴുക്കിരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ പൊടിയും നമ്മൾ ഇത്രയും നാൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ എല്ലാ തുരുമ്പുകളെല്ലാം അതിനകത്തുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, കുറേ ഞാൻ എടുത്ത് കളഞ്ഞു ഈ അടിഭാഗത്തുനിന്ന്. അപ്പോൾ എടുത്തൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരണം ഇതിനകത്ത് അഴുക്കൊക്കെ ഉള്ളത്. ഇപ്പം നമ്മുടെ മെഷീനൊക്കെ നമ്മൾ കുറച്ച് നാളുകളൊക്കെ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് സൂം ചെയ്ത് കാണിച്ചു തരാം. അടിഭാഗത്ത് ഞാൻ ഇളക്കിയ ഈ ആകാശം ഇളക്കിയപ്പോൾ അതിനകത്തിരുന്ന അഴുക്കുകളൊക്കെ കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ കുറേ എടുത്ത് കളഞ്ഞു. പിന്നെ ഇപ്പം ഈ പല്ലിൻ്റെ അടിയിലൊക്കെ കുറേ ഇരിപ്പുണ്ടായിരുന്ന അഴുക്കൊക്കെ. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ. അതിൻ്റെ അടിയിലൊക്കെ ഒരു ചുമട് അഴുക്കുണ്ടായിരുന്നേ. അതുപോലെ നമ്മുടെ ഈ പല്ലിൻ്റെ സ്ക്രൂ അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. അതായത് ഒരുപാട് അഴുക്കുണ്ടായിരുന്നു ഇതിനകത്ത്. ഇതല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അടിയിൽ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ കുറേ എടുത്ത് കളഞ്ഞതാണ്. പിന്നെ ഈ പല്ലിൻ്റെ ഇടയ്ക്കെല്ലാം അഴുക്കായിരുന്നേ നിറച്ച്. അപ്പം ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി കാലമായിരുന്നു. മെഷീൻ വാങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ തയ്ച്ച തുണിയുടെ ആ പൊടികളെല്ലാം ഇതിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു നിറയെ. അപ്പോൾ അതായത് ഞാൻ എടുത്തപ്പം ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. അതാണ് ഇത് ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്തത്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്തൊക്കെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കണേ. അല്ലേ ഇതുപോലെ ഒരുപാട് അഴുക്കൊക്കെ കയറി ഇരുന്നിട്ട് നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തോ എൻ്റെ ഈ പല്ലിൻ്റെ ആ ഒരു സ്ക്രൂ എനിക്ക് അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ ഇട്ട് ഒത്തിരി ഒന്ന് പിടിച്ചു നോക്കി, എന്നിട്ടൊന്നും അത് ഊരി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും തെറ്റിപ്പോവില്ല. അതുകൊണ്ട് അത് പോവാതെ തന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് അങ്ങ് അവിടെ ക്ലീൻ ചെയ്തിട്ട് സ്ക്രൂ അങ്ങിട്ട് മുറുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്.